ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനേഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കായ ചരിത്രത്തിൽ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. അതായത് LDC സിലബസിൽ വരുന്ന മെയിൻ ടോപ്പിക്കുകളിലൊന്നാണിത്, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്നറിയുന്നത്. 19-ാം നൂറ്റാണ്ടിൽ കേരള സമൂഹം നിരവധി മതപരമായ അന്ധവിശ്വാസങ്ങൾക്കും സാമൂഹിക അസമത്വങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിരുന്ന കാലഘട്ടമായിരുന്നു ഈ 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അതായത് ജാതി വ്യവസ്ഥ, സ്ത്രീകൾക്കെതിരെയുള്ളത്, അങ്ങനെ തൊട്ടുകൂടായ്മ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു ഈ 19-ാം നൂറ്റാണ്ട്. ആ സമയത്താണ് ജാതി വ്യവസ്ഥയുടെ കർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. കേരളത്തിൽ നടക്കുന്ന ജാതി വിലക്കുകൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള വിലക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷമാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. പ്രീവിയസ് ഇയറിൽ 2021 ചോദിച്ച ചോദ്യമാണ്, ജാതി വ്യവസ്ഥയുടെ കർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നുള്ളത്. സ്വാമി വിവേകാനന്ദനാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. കേരള സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യമായി വരുന്നത് ഉദയംപേരൂർ സുന്നഹദോസാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നഹദോസ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നഹദോസ് എന്ന് അറിയപ്പെടുന്നത്. ഉദയംപേരൂർ സുന്നഹദോസ് നടന്നത് AD 1599 AD 1599 ഉദയംപേരൂർ സുന്നഹദോസ് നടക്കുന്നത്. ജൂൺ 20 മുതൽ 26 വരെ. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നഹദോസ് എന്നറിയപ്പെടുന്നത്. AD 1599 ജൂൺ 20 മുതൽ 26 വരെ. ഉദയംപേരൂർ സുന്നഹദോസിൽ പങ്കെടുത്ത ആകെ ആൾക്കാർ അല്ലെങ്കിൽ ആകെ വ്യക്തികൾ എത്രയാണെന്ന് ചോദിച്ചാൽ 813 പേരാണ്. 813 പേരാണ് AD 1599 ജൂൺ 20 മുതൽ 26 വരെ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിൽ പങ്കെടുത്ത ആകെ വ്യക്തികൾ അല്ലെങ്കിൽ ആകെ ആൾക്കാർ 813 പേര്. ഉദയംപേരൂർ സുന്നഹദോസിൽ അധ്യക്ഷത വഹിച്ചത് അലക്സിസ് ഡി മെനസിസ് ആണ്. അതായത് ഓരോ മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഓരോ കൺവെൻഷനൊക്കെ എന്താണ് ഒരു അധ്യക്ഷൻ ഉണ്ടാവും. അത് ഉദയംപേരൂർ സുന്നഹദോസിൽ അധ്യക്ഷത വഹിച്ചത് അലക്സിസ് ഡി മെനസിസ് ആണ്. ഉദയംപേരൂർ സുന്നഹദോസ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നഹദോസ് എന്നറിയപ്പെടുന്നത്. അതിൽ പങ്കെടുത്തത് 813 പേര് മാത്രമാണ്. ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന വർഷം AD 1599 ജൂൺ 20 മുതൽ 26 വരെ. അതിൽ പങ്കെടുത്ത വ്യക്തികളുടെ എണ്ണം 813 പേരാണ്. ഉദയംപേരൂർ സുന്നഹദോസിൽ അധ്യക്ഷത വഹിച്ചത് അലക്സിസ് ഡി മെനസിസ് ആണ്. സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ അടുത്തതായി വരുന്നത് കൂനൻ കുരിശ് പ്രതിജ്ഞയാണ്. സുന്നഹദോസ് തീരുമാനങ്ങളിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും AD 1653 ജനുവരി 3 മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിന് മുമ്പിൽ സമ്മേളിച്ച് ലത്തീൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന് സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇത് അറിയപ്പെടുന്നത് കൂനൻ കുരിശ് പ്രതിജ്ഞ എന്ന പേരിലാണ്. അതായത് സുന്നഹദോസ് തീരുമാനങ്ങളിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും AD 1653 ജനുവരി 3 മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിന്, അതായത് കൂന് പോലെ നിൽക്കുന്ന ഒരു കുരിശിന് മുമ്പിൽ സമ്മേളിച്ച് ലത്തീൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത്. കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് കാരണമായത് ബാബിലോണിയൻ സുറിയാനി ബിഷപ്പായ മാർ അഹറ്റല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചു എന്ന പ്രചാരണമാണ്. കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് കാരണമായത് ബാബിലോണിയൻ സുറിയാനി ബിഷപ്പായ മാർ അഹറ്റല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചു എന്ന പ്രചാരണമാണ്. മതരംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിന് ഇടയാക്കിയ സംഭവമാണ് ഈ കൂനൻ കുരിശ് പ്രതിജ്ഞ. മതരംഗത്ത് പോർച്ചുഗീസുകാരൻ്റെ പരാജയത്തിനിടയാക്കിയ സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ കൂനൻ കുരിശ് പ്രതിജ്ഞയാണ്. കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് കാരണമായത് എന്താണ്? ബാബിലോണിയൻ സുറിയാനി ബിഷപ്പായ മാർ അഹറ്റല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചു എന്ന പ്രചാരണമാണ്. കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് ശേഷം സുറിയാനികൾ മെത്രോപൊലിത്തയായി അഭിഷേകം ചെയ്ത വ്യക്തിയാണ് ആർച്ച് ഡീക്കൻ തോമസ്, അതായത് മാർ തോമ ഒന്നാമൻ. കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് ശേഷം സുറിയാനികൾ, അതായത് ഇപ്പോൾ ഒരു നേതാവിനെ തീരുമാനിക്കണമല്ലോ, അതുകൊണ്ട് സുറിയാനികൾ മെത്രോപൊലിത്തനായി അഭിഷേകം ചെയ്ത വ്യക്തിയാണ് ആർച്ച് ഡീക്കൻ തോമസ്. സുന്നഹദോസിലെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല എന്ന രീതിയിലാണ് സുറിയാനി ക്രിസ്ത്യാനികൾ കൂനൻ കുരിശിനെ പ്രതിജ്ഞ ചെയ്തത്.
അതിനുശേഷം കൂനംകുരിശ് പ്രതിജ്ഞയ്ക്ക് ശേഷം സുറിയാനികൾ മെത്രോപൊലിത്തിനെ അല്ലെങ്കിൽ മെത്രോനായി അഭിഷേകം ചെയ്ത വ്യക്തിയാണ് മാർത്തോമ ഒന്നാമൻ എന്നറിയപ്പെടുന്ന ആർച്ച് ഡീക്കൻ തോമസ്. കൂനംകുരിശ് പ്രതിജ്ഞ നടന്നത് AD 1653 ജനുവരി 3-നാണ്. കൂനംകുരിശ് പ്രതിജ്ഞയ്ക്ക് കാരണമായത് ബാബിലോണിയൻ സുറിയാനി ബിഷപ്പായ മാർ അഹറ്റലയെ പോർച്ചുഗീസർ വധിച്ചു എന്നുള്ള പ്രചാരണമാണ്. മതരംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിന് ഇടയാക്കിയ സംഭവമാണ് കൂനംകുരിശ് പ്രതിജ്ഞ. അടുത്തത് CMI സഭ, കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്യുലേറ്റ് ആണ് CMIയുടെ ഫുൾ ഫോം. CMI സഭ സ്ഥാപിച്ചത് കുര്യോക്കോസ് ഏലിയാസ് ചാവറ അച്ഛനാണ്. CMI സഭ സ്ഥാപിച്ചത് കുര്യോക്കോസ് ഏലിയാസ് ചാവറ. സ്ഥാപിച്ച വർഷം എന്നറിയപ്പെടുന്നത് 1831 മെയ് 11-നാണ്. കോട്ടയം ജില്ലയിലെ മാന്നാനത്താണ് CMI സഭ സ്ഥാപിച്ചത്. 1831 മെയ് 11-നാണ് കുര്യോക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ CMI സഭ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് CMI സഭയാണ്. CMI സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ കൂടിയാണ് കുര്യോക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ. ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭ എന്നറിയപ്പെടുന്നത് CMI സഭയാണ്. CMI സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ എന്നറിയപ്പെടുന്നത് കുര്യോക്കോസ് ഏലിയാസ് ചാവറ അച്ഛനാണ്. CMI സഭയുടെ ഫുൾ ഫോം എന്നറിയപ്പെടുന്നത്, പൂർണ്ണരൂപം എന്നറിയപ്പെടുന്നത് കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്യുലേറ്റ് എന്നാണ്. അത് സ്ഥാപിച്ചത് കുര്യോക്കോസ് ഏലിയാസ് ചാവറ അച്ഛനാണ്. 1831 മെയ് 11-നാണ് കോട്ടയം ജില്ലയിലെ മാന്നാനത്താണ് CMI സഭ സ്ഥാപിച്ചത്. CMI സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ എന്നറിയപ്പെടുന്നത് കുര്യോക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സന്യാസി സഭയായി അറിയപ്പെടുന്നത് CMI സഭയാണ്. CMI സഭയുടെ സ്ഥാപനങ്ങളിലും അതിൻ്റെ പ്രവർത്തനങ്ങളിലും ചാവറ അച്ഛൻ്റെ സഹകാരികളായിരുന്നത് പാലക്കൽ തോമ മൽപ്പനും പോരൂക്കര തോമസ് അച്ഛനുമാണ്. CMI സഭകൾ സ്ഥാപിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ പ്രവർത്തനങ്ങളിലും ചാവറ അച്ഛൻ്റെ കൂടെ സഹകാരികളായിരുന്നു, അല്ലെങ്കിൽ കൂടെ പ്രവർത്തിച്ചിരുന്ന വ്യക്തികളായിരുന്നു പാലക്കൽ തോമ മൽപ്പൻ, പോരൂക്കര തോമസ് അച്ഛൻ എന്നിവർ. കേരളത്തിൽ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് കുര്യോക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ. കേരളത്തിലെ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് കുര്യോക്കോസ് ഏലിയാസ് ചാവറ. അതുപോലെ തന്നെ കന്യാസ്ത്രീമാർക്കുള്ള CMC സന്യാസി സഭ സ്ഥാപിച്ചതും കുര്യോക്കോസ് ചാവറ അച്ഛനാണ്. സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ എന്നാണ് CMCയുടെ ഫുൾ ഫോം വരുന്നത്. അത് സ്ഥാപിച്ച വർഷം 1866-ലാണ്. CMC സ്ഥാപിച്ചു. അതുപോലെ തന്നെ CMI സ്ഥാപിച്ചതും കുര്യോക്കോസ് ഏലിയാസ് ചാവറ അച്ഛനാണ്. CMC സ്ഥാപിച്ചത് 1866-ലാണ്. CMI സ്ഥാപിച്ചത് 1831 മെയ് 11-നാണ്. അടുത്തത് ചാന്നാർ ലഹള. കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം ചാന്നാർ ലഹള. ചാന്നാർ ലഹള നടന്ന വർഷം 1859-ലാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായ ചാന്നാർ ലഹള നടന്ന വർഷം 1859. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേരെന്നറിയപ്പെടുന്നത് മേൽമുണ്ട് സമരം എന്നാണ്. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികളാണ്. 1822 മേൽമുണ്ട് സമരമാണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരമാണ് 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായത്. വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരമാണ് 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായത്. അതായത് ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടത്തിയ സമരമാണ് ചാന്നാർ ലഹള എന്നറിയപ്പെടുന്നത്. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടത്തിയ സമരമാണ് ചാന്നാർ ലഹള. ചാന്നാർ ലഹള നടന്നത് 1859-ലാണ്. സമൂഹത്തിലെ സവർണ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ, അതായത് വസ്ത്രം ധരിക്കാനുള്ള, മേൽവസ്ത്രം ധരിക്കാനുള്ള അധികാരമില്ലാത്തതുപോലെ തന്നെ ചാന്നാർ സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. ക്രിസ്തു മതത്തിലേക്ക്, ഇതിനെ തുടർന്ന് എന്ത് ചെയ്തു? ചാന്നാർ സ്ത്രീകളൊക്കെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാനുള്ള, അതായത് മേൽക്കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാനുള്ള അനുവാദം നൽകിയത് കേണൽ മൺട്രോ ആണ്. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ചാന്നാർ സ്ത്രീകൾക്ക്, അതായത് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് മേൽക്കുപ്പായം കൊണ്ട്, അതായത് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ കേണൽ മൺട്രോ ആണ്. 1859 ചാന്നാർ ലഹളയെ തുടർന്ന് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ.
ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം എന്നറിയപ്പെടുന്നത് 1859 ജൂലൈ 26. 1859 ചാന്നാർ ലഹള നടന്നത്. സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. ഈ ചാന്നാർ ലഹളയ്ക്ക്, അതായത് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അനുവാദം നൽകിയത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ആ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം എന്നറിയപ്പെടുന്നത് 1859 ജൂലൈ 26. ഈ ഡേറ്റ് ഓർത്ത് വയ്ക്കണം. അടുത്തത് മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മിതമായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ, അതായത് രാജഭരണമാകുമ്പോൾ രാജഭരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജസന്നിധിയിലുള്ള ജോലികൾ അങ്ങനെയുമായി ബന്ധപ്പെട്ട് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മിതമായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഉന്നത ജോലികൾ തദ്ദേശീകരിക്കുക, അതായത് തദ്ദേശീയർക്ക് നൽകുക എന്നുള്ളതാണ്. ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നതാണ് മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യമായിരുന്നത്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് മുദ്രാവാക്യം എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂറുകാർക്ക്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളത്. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്നതാണ് മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ബാരിസ്റ്റർ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്നുള്ള ലഘുലേഖ തയ്യാറാക്കിയതും GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ള. മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് 10,028 പേരാണ്. മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ട അംഗങ്ങളുടെ എണ്ണം 10,028 പേര്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിലാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാളിലാണ്. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1891 ജനുവരി 1. തിരുവിതാംകൂറിലെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 ജനുവരി 1. തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുക എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ മറ്റൊരു ലക്ഷ്യം. അതായത് തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി 10,028 പേർ ഒപ്പിട്ട ഒരു നിവേദനം തിരുവിതാംകൂറിലെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതാണ് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നുള്ളതും അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുക എന്നതുമാണ് മലയാളി മെമ്മോറിയലിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. ആദ്യമായി ഒപ്പുവെച്ച വ്യക്തി എന്നറിയപ്പെടുന്നത് KP ശങ്കരമേനോൻ. മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ആകെ ഒപ്പുവെച്ചവരുടെ എണ്ണം 10,028 പേരാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് ദിവാനായിരുന്നത് T രാമറാവു ആണ്. 1891 ദിവാനായിരുന്നത് T രാമറാവു. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തിയാണ് എർഡലി നോർട്ടൺ. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തി എർഡലി നോർട്ടൺ ആണ്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കുന്ന സമയത്ത്, അതായത് സമർപ്പിക്കുന്ന സമയത്ത് ദിവാനായിരുന്നത് T രാമറാവു. മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ള. CV രാമൻ പിള്ള മലയാളി മെമ്മോറിയലിനെ കുറിച്ച് എഡിറ്റോറിയൽ എഴുതിയ പത്രം എന്നറിയപ്പെടുന്നത് മിതഭാഷ എന്നാണ്. CV രാമൻ പിള്ള മലയാളി മെമ്മോറിയലിനെ കുറിച്ച് എഡിറ്റോറിയൽ എഴുതിയ പത്രമാണ് മിതഭാഷ. പിന്നീട് ഈ പത്രം വിദേശ മേധാവിത്വം എന്ന പേരിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു. അപ്പോൾ CV രാമൻ പിള്ള മലയാളി മെമ്മോറിയലിനെ കുറിച്ച് എഡിറ്റോറിയൽ എഴുതിയ പത്രം എന്നറിയപ്പെടുന്നത് മിതഭാഷയാണ്. അത് പിന്നീട് വിദേശീയ മേധാവിത്വം എന്ന പേരിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അടുത്തത് എതിർ മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയലിനെ എതിർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പിട്ട ഒരു മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. എതിർ മെമ്മോറിയൽ നടന്ന വർഷം അല്ലെങ്കിൽ എതിർ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1891 ജൂൺ 3. മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്ന്
ഒപ്പിട്ട ഒരു മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതാണ് എതിർ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. എതിർ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷമെന്ന് ചോദിച്ചാൽ 1891 ജൂൺ 3 എതിർ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചതെന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാളിനാണ്. എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ ഇ രാമയ്യറാണ്. എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തി ഇ രാമയ്യർ. അടുത്തതായി വരുന്നത് ഈഴവ മെമ്മോറിയലാണ്. ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഒപ്പിട്ട ഒരു ഹർജിയാണ് ഈഴവ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. അതായത് ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി 13,176 പേർ ഒപ്പിട്ട ഒരു ഹർജി തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതാണ് ഈഴവ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. ഈഴവ മെമ്മോറിയൽ പറഞ്ഞെന്താണ്? ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒപ്പിട്ട ഒരു ഹർജിയാണ്. ഈഴവ മെമ്മോറിയലിൽ നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം എന്നറിയപ്പെടുന്നത് എത്രയാണ്? 13,176 പേരാണ്. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട ഹർജിയാണ് ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. അതായത് ആർക്കാണ് ഈഴവ മെമ്മോറിയൽ കൊടുത്തതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ സമർപ്പിച്ചതെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറിലെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഡേറ്റ് എന്നറിയപ്പെടുന്നത് 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1896 സെപ്റ്റംബർ 3 പൽപ്പുവാണ് അതിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കര സുബ്ബയ്യാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ ശങ്കര സുബ്ബയ്യ. അടുത്തത് രണ്ടാം ഈഴവ മെമ്മോറിയലാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1900. ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1896 സെപ്റ്റംബർ 3 രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കെന്ന് ചോദിച്ചാൽ കഴ്സൺ പ്രഭുവിനാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിന്. ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് LDCയിൽ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരുന്ന കുറച്ച് പോയിൻറ്റ്സാണ്. ഉദയംപേരൂർ സുന്നഹദോസ്, അതുപോലെ കൂനംകുരിശ് സത്യാഗ്രഹം അല്ലെങ്കിൽ കൂനംകുരിശ് പ്രതിജ്ഞ, ചാന്നാർ ലഹള, മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്നിങ്ങനെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ബാക്കി പാർട്ടുമായി വീണ്ടും കാണാം.